ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി എയർ കണ്ടീഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനയായ HVACR എംപ്ലോയീസ് അസോസിയേഷന്റെ വടകര താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വൃക്ഷത്തൈ വിതരണവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ചടങ്ങ് സംസ്ഥാന കമ്മിറ്റി മെമ്പർ KA സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എയർ കണ്ടീഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിംഗ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന 6000-ഓളം മെമ്പർമാർ അണിനിരന്നിട്ടുള്ള സംഘടനയാണ് HVACR എംപ്ലോയീസ് അസോസിയേഷൻ. ഇന്ന് കേരളം മുഴുവൻ ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം പല രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രിഡ്ജിലും AC-യിലും ഒരുപാട് മുൻപ് വരെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫ്രീ ഓൺ ഗ്യാസ് ആയിരുന്നു. എന്നാൽ ഈ ഫ്രീ ഓൺ ഗ്യാസ് പ്രകൃതിക്ക് നല്ലതല്ല. അതായത് പ്രകൃതിയുടെ, ഭൂമിയുടെ സംരക്ഷണ കവചമായ ഓസോൺ പാളികൾക്ക് വിള്ളലുണ്ടാക്കുന്ന ഒരു കാരണക്കാരൻ ഈ ഫ്രീ ഓൺ ഗ്യാസാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി കുറേ വർഷങ്ങളായി ഞങ്ങൾ ഫ്രീ ഓൺ ഗ്യാസിന്റെ ഉപയോഗം വളരെ കുറച്ചിരിക്കുകയാണ്. പ്രകൃതി സംരക്ഷണമാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം. ചടങ്ങിൽ ദീപേഷ് PT വൃക്ഷത്തൈ വിതരണം ചെയ്തു. താലൂക്ക് സെക്രട്ടറി MT മനോജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് നൌഷാദ് MC അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ ഉടനീളമായിട്ട് എയർ കണ്ടീഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന HVACR കീഴിൽ തൊഴിലാളി സംഘടനയായിട്ടുള്ള HVACR ഇന്ന് കേരളത്തിലുടനീളം വിവിധ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വടകര താലൂക്ക് HVACR കമ്മിറ്റിയുടെ കീഴിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം, ഭൂമിയിലെ ജീവജാലങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പ്രകൃതി സംരക്ഷണം വളരെ അത്യാവശ്യമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട്, നമ്മൾ ഓരോരുത്തരും ഈ ഉത്തരവാദിത്തങ്ങൾ, ഈ പ്രകൃതിയുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇന്ന് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും നമ്മൾ പ്രകൃതിക്ക്, പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പരിസ്ഥിതി ദിന സന്ദേശം ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താറുണ്ട്. നാം എല്ലാം മനസ്സിലാക്കിയതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ആഗോള താപനം, അതുമൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളൊക്കെ തന്നെ. ഇതിനെതിരായി ലോകരാജ്യങ്ങൾ ഒന്നായി ഈ ആഗോള താപനം തടയുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രകൃതിയെയും ഈ ഭൂമിയിലെ സകല ജലാശയങ്ങളെയും വഹിച്ചുകൊണ്ടിരുന്ന ഭൂമിയെയും സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അരുൺ TV, അനൂപ് A, റനീഷ് TP, ഷിജിത്ത് ആവോലം, സുരേഷ് വളയം, വിജേഷ്, ഷാജി വടകര, വിപിൻ ബിജു എന്നിവർ സംസാരിച്ചു. രൂപേഷ് നന്ദി പറഞ്ഞു.